ഹലോ, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു നെറ്റ് ലിങ്കിൻ്റെ റൂട്ടർ നമുക്ക് കേരള വിഷനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. അപ്പം ഞാനതെങ്ങനെ സോൾവ് ചെയ്തെന്നൊന്ന് ജസ്റ്റ് പറയാനായിട്ടാണ് പെട്ടെന്ന് തന്നെ. അപ്പം ഇതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് യൂസർ നെയിം പാസ്വേഡും ചോദിച്ചു കഴിയുമ്പോൾ അവർ തരും യൂസർ നെയിം പാസ്വേഡൊക്കെ. അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നെറ്റ്വർക്കിനകത്ത് വീലാനകത്ത് പോയി വീലാൻ ബേസിക്കിനകത്ത് പോകുമ്പോൾ നമുക്ക് SSID മാറ്റാൻ പറ്റും. പിന്നെ അതിനകത്ത് വീലാൻ സെക്യൂരിറ്റിക്കകത്ത് പോയിട്ട് ആ SSIDയുടെ പാസ്വേഡും സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് സാധാരണ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാനങ്ങനെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്തപ്പം ഇത് ഓണായി ഓഫ് ആകുമ്പോഴേനും ഇത് പഴയ അവർ സെറ്റ് ചെയ്ത വൈഫൈ പാസ്വേഡിലോട്ടും SSIDയിലോട്ടും മാറിപ്പോകുന്നു. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് കണ്ടുപിടിച്ചു. അതെനിക്ക് തോന്നുന്നു അവരുടെ അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്ത ശേഷം ONU വഴി ഏതാണ്ട് സെറ്റ് ചെയ്ത ശേഷമുള്ള ഇതാണ്. അത് കാരണം എപ്പോഴും ഇത് ഡിഫോൾട്ടായിട്ടുള്ളൊരു സ്ഥലത്തിലോട്ട് മാറും. എൻ്റെ മാക്സിമം പരിപാടി സേവ് ചെയ്തും അതിനകത്തെ ഇതിനകത്ത് ഇവിടെ കണ്ടുള്ളൊരു സേവിങ്ങും കോൺഫിഗറേഷനും എല്ലാം ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല. ഇത് ഓണാക്കി ഓഫാകുമ്പം ഇതിൻ്റെ പാസ്വേഡും ഇതുമെല്ലാം അവർ സെറ്റ് ചെയ്ത സ്ഥലത്തോട്ട് ഡിഫോൾട്ടായിട്ടുള്ളതിലോട്ട് പോകും. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം ചെയ്ത ഒരു പരിപാടി, ഈ നെറ്റ്വർക്കിനകത്ത് ക്ലിക്ക് ചെയ്ത് പിന്നെ വീലാനിനകത്ത് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ്ഡിനകത്ത് ചെല്ലുക. അപ്പോൾ അഡ്വാൻസ്ഡിനകത്ത് ചെല്ലുമ്പോൾ നമുക്കിങ്ങനൊരു ഇത് കാണാം. ഇവിടെ ഒരു ടിക്കറ്റ് ഇട്ടിട്ട് FTTH എന്ന് പറയുന്നത്, അതായത് വേറൊരു SSID നമ്മൾ ഉണ്ടാക്കുകയാണ് ഇത് കൂടാതെ, ബേസിക് കൂടാതെ. അപ്പോൾ അങ്ങനെ ഒരു SSID നമുക്കിവിടെ നമുക്കിഷ്ടമുള്ള പേരിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ സെക്യൂരിറ്റി, അതായത് ഇപ്പോൾ ഇങ്ങനെ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയ ശേഷം ഒരു അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. ഇങ്ങനെ എഴുതിയിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. അതിനുശേഷം ഏകദേശം ഞാൻ വേറെ കുറേ സ്ക്രീൻഷോട്ട് ഞാനതൊന്ന് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയില്ല. അത് കാരണം നെറ്റ്വർക്കിനകത്ത് വീലാൻ സെക്യൂരിറ്റിക്കകത്ത് പോയിട്ട് പിന്നെ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ കാണും. ഈ ഡ്രോപ്പ് ഡൗണിനകത്ത് നിന്ന് നമുക്ക് ആ FTTH എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് നെയിം കൊടുത്ത് ആ സാധനം ഇവിടെ ഡ്രോപ്പ് ഡൗണിനകത്ത് നിന്ന് സെലക്ട് ചെയ്യണം. അതായത് ബേസിക്കിനകത്ത് എന്താണോ കിടക്കുന്നത് അതായിരിക്കും ആദ്യമേ കാണിക്കുന്നത്. അതിൻ്റെ പാസ്വേഡ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത് എല്ലാം മാറിപ്പോകും. അത് കാരണം അതെല്ലാം സെറ്റ് ചെയ്യേണ്ട. രണ്ടാമത് ഈ ഡ്രോപ്പ് ഡൗണിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് നമ്മുടെ FTTHൻ്റെ അവിടെ എന്താണോ പേര് കൊടുത്ത് ആ SSID ഇവിടെ കാണിക്കും. അവിടുത്തെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വേറൊരു പാസ്വേഡ് കൊടുത്തിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടെ ഓണാവും. അതായത് 2 വൈഫൈ ഓണാവും. ഈ 2 വൈഫൈ ഓണായ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കണക്ഷനും നമുക്ക് എങ്ങനെയാണോ വൈഫൈ സെറ്റ് ചെയ്ത് അതിലോട്ട് കണക്ട് ആകും. എൻ്റെ ഒരു പ്രശ്നം മെയിനായിട്ട് എൻ്റെ പല സാധനങ്ങളും ഒരു വൈഫൈയിലോട്ട് കണക്ട് ചെയ്തിരുന്നത്. ആ വൈഫൈയിലോട്ട് ഇവർ കൊണ്ട് മോഡം പുതിയത് കൊണ്ട് വെച്ചപ്പോൾ എനിക്ക് ആ വൈഫൈ, അതായത് മൊത്തം റീസെറ്റ് ചെയ്യാതെ ആ വൈഫൈ അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ബേസിക് ഇട്ടിട്ട് ചേഞ്ച് ചെയ്തപ്പം അങ്ങനെ വൈഫൈ ക്രിയേറ്റ് ആകുന്നുമുണ്ട്. അതെല്ലാം എൻ്റെ എല്ലാ ഡിവൈസും ഓട്ടോമാറ്റിക്കലി കണക്റ്റുമായി. പക്ഷേ രണ്ടാമത് പ്രശ്നം വന്നപ്പോൾ ഇത് ഓണായി ഓഫ് ആകുമ്പോഴേനും എല്ലാം പാസ്വേഡ് മാറുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രൈ ചെയ്ത് എന്നിട്ട് വീലാനിനകത്ത് അഡ്വാൻസിനകത്ത് പോയിട്ട് വേറൊരു വൈഫൈ ക്രിയേറ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ളത് ആ പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ ഇത് മാറുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യം സോൾവ് ചെയ്തത്. അപ്പം അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് മാത്രം. താങ്ക് യു.